2 ഏക്കർ നല്ല സൂപ്പർ തെയ്ത്തങ്ങുള്ള തോട്ടം. ഒരു തറ ഉണ്ട് ഇതില്. സൈഡിൽ കൂടെ ഒക്കെ തേക്കിന്റെ തൈകളാണ് വെച്ചിരിക്കുന്നത്. നല്ല നിരന്ന തോട്ടാട്ടോ. കണ്ടോ, ഇലക്ട്രിക്കിന്റെ സൗകര്യമുണ്ട്. പരിസരത്തൊക്കെ വീടുണ്ട്. നല്ല നോക്കിയാൽ നല്ല വരുമാനം കിട്ടുന്ന തോട്ടാണ്. തെങ്ങ് കുറെ പ്രായമൊന്നും ആയിട്ടില്ല, ചെറു സൈസ് തെങ്ങാണ്. പിന്നെ ഇതിന്റെ എൽ ഷേപ്പിൽ റോഡുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചുതരാം, റോഡ് സൗകര്യം ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ സൈഡിൽ കൂടെ മാത്രമല്ല സെന്ററിൽ കൂടെ ഒക്കെ തേക്കുകൾ ഉണ്ട് കേട്ടോ. തേക്കുകൾ അങ്ങനെ നിലനിർത്തുകയാണെന്ന് വെച്ചാൽ ഒരു 3-4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വരുമാനം കിട്ടും. പിന്നെ ഇതില് ഇതിങ്ങനെ എൽ ഷേപ്പ് റോഡാണിത്. ഈ സൈഡിൽ ഇങ്ങനെ റോഡാണ്. ഇതാ ചെറിയ ഗേറ്റ് കാണുന്നു. ഈ റോഡ് ഇങ്ങനെ ഈ വീട് ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീടിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകും. ഇതാ കുഴൽക്കിണറുണ്ട്, മോട്ടോർ പുരണ്ട്. നല്ലത് കുഴൽക്കിണറാണ്. അത് മോട്ടോർ പുരയാണ്. മോട്ടോർ പുരയുടെ ഉള്ളില് മോട്ടറൊന്നുമില്ല കേട്ടോ. വെള്ളം പറ്റാത്ത ബോർവെല്ലാണത് കേട്ടോ. അല്ല, നേരെ നോക്കുകയാണെങ്കിൽ നല്ലൊരു തോട്ടാക്കി നല്ലൊരു വരുമാനമാക്കി ഇടാം. ഇതിന്റെ തൊട്ടടുത്തുള്ള വീടാണിത്. കണ്ടോ, ഒരു വീടാണ് തൊട്ടടുത്തുള്ളതാണ്. ഇവരൊക്കെ കുരുമുളക് കയറ്റിയിട്ടുണ്ട്. ഈ സൈഡിലുള്ള മരത്തുമ്മൽ കൂടെയൊക്കെ കുരുമുളക് കയറ്റിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ നല്ല തേക്കുണ്ട്, വണ്ണുള്ള തേക്ക്. എൽ ഷേപ്പ് അല്ല, ഫുൾ റൗണ്ട് റോഡാണെന്ന് പറയാം. ഈ സൈഡിൽ കൂടെ പോകുന്നത് ഒരു ഇടവഴി മാതിരിക്കാണ്. ഒരു 4 അടിയിൽ ഒരു ഇടവഴി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീട്. ഈ ഇടവഴി ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ആ മോട്ടോർ പുരയുടെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ റോഡാണ്. അങ്ങനെ പോയിട്ട് പിന്നെ നമ്മളെ ഈ അതിരൊക്കെ വലിയ റോഡാണ്. ഞാൻ കാണിച്ചു തരാം. തോട്ടം സൂപ്പർ തോട്ടമാണ്. ചെറു സൈസ് തെങ്ങാണ്. രണ്ട് ഏക്കർ കറക്റ്റാണ് കേട്ടോ. നല്ല നിരന്ന ഭൂമി. ഇതൊരു തേക്കാണ്. അങ്ങനെ തേക്ക് ഇടയിലിടയിൽ തേക്ക് സെൻട്രലൊക്കെ ഉണ്ട്. പിന്നെ സൈഡിൽ കൂടെ എന്തായാലും ഉണ്ട്. ഇതാണ് ആകെ മൊത്തം തോട്ടം. ആ സൈഡ് ഒരു വീട്. ഇതില് കവുങ്ങും വെക്കാം, അതേപോലെ കൊക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാം. ഇത്
ആ സൈഡിൽ വേറെ വീടാണ്, ഞാൻ കാണിച്ചു തരാം. തെങ്ങിൻ തോട്ടത്തിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ തറയിട്ടിരിക്കുകയാണ് വീട് വെക്കാൻ വേണ്ടിയിട്ട് അവർ. അങ്ങനെ ഈ സൈഡിൽ കൂടെ ഇത്രയും വീതിയുള്ള റോഡാണ്. ഏത് വണ്ടിയും വരും കേട്ടോ. ഈ റോഡ് ഇങ്ങനെ പോണത് കുറേ വീടുകളുടെ അടുക്കാണ്. പിന്നെ ഫ്രണ്ട് ഭാഗം കിടക്കുന്നത് ഇതാ കോൺക്രീറ്റ് ചെയ്ത നല്ല വീതിയുള്ള റോഡാണ്. ഈ വീതിയുള്ള റോഡിന് ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. അങ്ങ് കാണുന്ന വരെ ഈ കോൺക്രീറ്റ് റോഡാണ്. തോട്ടതാണ്. ഒരുപാട് ഫ്രണ്ടേജാണിത്. ഇതാ കാണുന്ന വളവൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. കുറേ ഫ്രണ്ടേജ് ഉണ്ട് ഇതിന് കേട്ടോ. ഈ സൈഡിൽ വീടാണ്. ഈ റബ്ബറിന്റെ അപ്പുറത്ത് ഇതാ കാണുന്നത് വീടാണ്. ഇപ്പൊ കോൺക്രീറ്റ് വന്നതാണിത്. ഇതൊക്കെ നമ്മുടെ തോട്ടത്തെ പെട്ടാനാണ്. കണ്ടോ, ഈ സൈഡിലെ വീടാണ്. ആണ് നമ്മുടെ തോട്ടത്തിന്റെ അതിർത്തി. ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഈ സൈഡ് വീടാണ്. വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ 2 ഏക്കർ തന്നെ. ഇത് പാലക്കാട് ജില്ലയാണ്.